ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ടെക്കേഴ്സ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്യാപ്പ് കട്ടിനകത്ത് എങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടുള്ള മലയാളം ഫോണ്ടുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ടാണെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിലാണെങ്കിൽ ക്യാപ്പ് കട്ട് അവൈലബിൾ അല്ല. ക്യാപ്പ് കട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിൽ അവൈലബിൾ അല്ല, പക്ഷേ നമുക്ക് ഇന്ത്യൻ കൺട്രിക്കകത്ത് അവൈലബിൾ അല്ല. നമുക്ക് കൺട്രി കോഡൊക്കെ ചേഞ്ച് ചെയ്ത് ക്യാപ്പ് കട്ട് നമുക്ക് ഐഫോണിനകത്ത് എടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ VPN, നമുക്കിവിടെ ഇന്ത്യൻ കൺട്രിക്കകത്ത് VPN യൂസ് ചെയ്തേ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിനകത്ത് ഒരുപാട് ഫ്രീ ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ട്. അതിൽ ബെറ്റർ ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് സ്പീഡ് VPN പിന്നെ അതുപോലെ തന്നെ വേറെ ടർബോ VPN. അതിന് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്നു. സ്പീഡ് VPN ആണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പ്ലേ സ്റ്റോർ, അതായത് ആപ്പിൾ സ്റ്റോറിലാണെങ്കിൽ ഇതായി കാണുന്ന OBN സ്പൈഡർ എന്നുള്ളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. വേറെ ഏതെടുത്ത് കഴിഞ്ഞാലും പെയ്ഡ് ആയിരിക്കും, മിക്കുള്ളതും പെയ്ഡാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ക്യാപ്പ് കട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ക്യാപ്പ് കട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ നമ്മുടെ ഫോണിനകത്തുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഇതായതുപോലെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യാനുള്ള സ്ഥലത്ത് FML ഫോണ്ട് പാക്ക്, FML ഫോണ്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള നല്ല നല്ല ഫോണ്ടുകൾ, ഷേപ്പുകളുള്ള ഫോണ്ടുകൾ, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരുപാട് ഷേപ്പിലുള്ള ഫോണ്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് FML ഫോൺ പാക്കിനകത്താണ്. ആദ്യം അല്ലാതെ ആപ്പിൾ ഫോണ്ടുകളുണ്ട് മലയാളത്തിൻ്റെ. അതുപോലെ തന്നെ MLTT ഇന്ദുലേഖ ഫോണ്ടുകളുണ്ട്. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഒരു ബോർഡിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഒരു ഫോണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫോട്ടോ എടുത്ത് നമുക്കിവിടെ കൊണ്ടുവന്ന് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ പുറത്തുനിന്ന് ഏതെങ്കിലും വീഡിയോ ഒന്നോ അല്ലെങ്കിൽ റീൽസ് എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് അതിന് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഫോൺ ഫിൻഡർ എന്നാണ് എൻ്റെ പേര്. അതിനകത്ത് ഫസ്റ്റ് കിടക്കുന്ന വെബ്സൈറ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണും. ആ ഇമേജ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഏതാണ് ഫോണ്ട് എന്നുള്ളത് അവർ കറക്റ്റ് കാണിക്കും. റേഞ്ചിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. അത് മാത്രമല്ല എൻ്റെ ഫോണും ഞാൻ കൺട്രി കോഡ് ചേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നുള്ള കൺട്രി കോഡ്, നമ്മളെപ്പോഴും VPN ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ തന്നെ കൺട്രി കോഡ് ചേഞ്ച് ചെയ്ത് ഇടുമ്പോഴത്തേക്കും ചില വെബ്സൈറ്റുകളൊക്കെ നമ്മൾ ഇന്ത്യൻ ഇതിലായിട്ടുള്ള വെബ്സൈറ്റുകളിൽ കയറുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിതിനകത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അപ്ലോഡ് ഇമേജ് എന്നുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫോട്ടോ അതിനകത്ത് നിന്നാണ് അത് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സെർച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫോണ്ടുകൾ ഇവിടെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കരുത്. കാരണം ഇവിടെ ഇപ്പോൾ കാശ് കൊടുത്താലേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ആ ഫോണിൻ്റെ പേര് നോക്കി വെച്ചിട്ട് പുറത്തൊന്ന് ആ ഫോണിൻ്റെ പേരടിച്ചു കൊടുത്തിട്ട് ഫ്രീ ഡൗൺലോഡ് നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഫോണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുക. ഏതെങ്കിലും വെബ്സൈറ്റിനകത്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ FML ഫോണ്ടുകൾ എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ആക്കുന്നതെന്ന് നോക്കാം. FML ഫോൺ പാക്ക് എന്നുള്ളത് നേരത്തെ ഒരു FML ഫോൺ പാക്ക് ഇതിനകത്തൊരു വെബ്സൈറ്റിനകത്ത് ഉണ്ടായിരുന്നു. അതായത് ഒരു സിപ്പ് ഫയൽ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ ഏകദേശം 100-300ഓളം ഫോണ്ടുകൾ ഇങ്ങനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും, ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അത് കാണാനില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കത് ഫുള്ളായിട്ട് എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ഇത് വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ ഒരു 100-300 ഫോണ്ടുകൾക്ക് മേളിലാകുമ്പോഴത്തേക്കും നമ്മൾ സിസ്റ്റത്തിലായിരുന്നാലും അതുപോലെ തന്നെ ക്യാപ്പ് കട്ടിൽ നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു ലാഗ് പോലെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് റെഡിയായി വരാൻ വേണ്ടി സമയമെടുക്കും. അപ്പോൾ നമുക്ക് വേണ്ട ഫോണ്ടുകൾ മാത്രം ആക്കി എടുത്താൽ മതി. ഇതിലേക്ക് ആദ്യത്തെ കാണുന്ന ഡൗൺലോഡ് മലയാളം ഫോണ്ട് saikadam.com എന്നുള്ള ഇതിലാണ്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരുപാട് ഫോണ്ടുകൾ, FMLൻ്റെ ഫോണ്ടുകൾ ഒരുപാടുണ്ട്. ഇതുപോലെ തന്നെ ഇന്ദുലേഖ, മോഹിനി, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ മിക്കുള്ളതും ഇന്ദുലേഖ ഫോണ്ടിനകത്ത് ഈ FML ഫോണ്ടിലുള്ള ഇതിന് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഒരു ഫോണ്ട് അഖില ഫോണ്ട് എന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സേവ് ചെയ്ത് ഐഫോൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിനകത്ത് തന്നെ സേവായി കാണും. ഇവിടെ സേവ് ചെയ്ത് വയ്ക്കുക. സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ ക്യാപ്പ് കട്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് VPN കണക്ട് ചെയ്യണം. അപ്പോൾ അത് VPN കണക്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് FML ഫോണ്ട് ഞാൻ കാണിച്ചു തരാം. VPN കണക്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്കിവിടെ ഇപ്പോൾ ഒരു മലയാളം എന്തെങ്കിലും ഒരു എഴുത്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാപ്പ് കട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് VPN ഓൺ ആക്കാതെയാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്.
ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂ വീഡിയോ എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ട് രാഹുൽ എന്നിങ്ങനെ കൊടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ട് ഇതിനെ ഇവിടെ നിന്ന് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഏതാണോ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് മലയാളം കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്തെടുത്തിട്ട് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തിട്ട് നേരെ ഗൂഗിൾ ക്രോമിനകത്ത് ഇട്ട് പോവുക. നമ്മൾക്ക് പ്ലേ സ്റ്റോറിലാണെങ്കിൽ നമുക്ക് കോഡ് FML എന്നും പറഞ്ഞ് കൺവേർട്ട് ചെയ്യാനുള്ള ഒരിതുണ്ട്. പ്ലേ സ്റ്റോറിനകത്ത് അവൈലബിൾ ആണ്. ആ കോഡ് FML എന്നുള്ള ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അല്ലാതെ ഓൺലൈനായിട്ടാണ് ചെയ്യണമെങ്കിൽ കോഡ് FML എന്ന് ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. കോഡ് FML ഇവിടെ ഫസ്റ്റ് രതീഷ് എന്നുള്ളൊരു ആ വെബ്സൈറ്റ് എടുക്കാം. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളിപ്പോൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത് കൊണ്ടുവന്ന സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്താലും മതി. രാഹുൽ എന്നിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് നമ്മളിപ്പോൾ കൊടുക്കുകയാണെന്ന് വെച്ചോട്ടെ. രാഹുൽ കൊടുത്തു. അതിനായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കോപ്പി ചെയ്യാൻ ഇവിടെ ഞെക്കുക എന്ന് കൊടുത്തേക്കില്ലേ, അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിവിടെ ഇത് കോപ്പി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതിലായിരിക്കും വരുന്നത്. നേരെ പിന്നെ ഇതിനകത്തോട്ട് ക്യാപ് ബട്ടനകത്തോട്ട് പോവുക. ആഡ് ടെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് മലയാളം ഫോണ്ട് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നമ്മൾ ഏത് VPN ആണോ യൂസ് ചെയ്യുന്നത് ആ VPN ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ VPN കണക്ട് ചെയ്യുക. എൻ്റെ VPN ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് എപ്പോഴും VPN ഉപയോഗിക്കുന്ന വെച്ചാൽ ആൻഡ്രോയിഡ് യൂസ് ചെയ്തിരുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ VPN നമ്മളിപ്പോൾ എവിടെ ഇരുന്നാലും VPN കണക്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റിൻ്റെ അത്ര സ്പീഡൊന്നും വരില്ല. അതിൻ്റെ ഒരു പകുതി ഇതേ കിട്ടുള്ളൂ. അതായത് നമ്മൾ അമേരിക്കൻ സെർവറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കിട്ടുള്ളൂ. നമുക്ക് വൈഫൈ ഒക്കെ വീട്ടിൽ വൈഫൈ ഉള്ളവർ വൈഫൈ യൂസ് ചെയ്ത് കയറുന്നവരൊക്കെ ആണെങ്കിൽ ഇത്തിരി കൂടെ ഒക്കെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കറക്റ്റ് നെറ്റ്വർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്തും നെറ്റ്വർക്ക് കുറവാണ്. അപ്പോൾ അത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുക. ക്യാപ് കട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരത്തെ ഞാനിവിടെ നിങ്ങൾ ന്യൂ വീഡിയോ എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോയ്ക്ക് അത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ആഡ് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സ്റ്റൈൽ, അതായത് അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഡിലീറ്റ് ആഡ് ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആഡ് ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന നേരത്തെ നമ്മൾ കോപ്പി ചെയ്തുകൊണ്ടുവന്നില്ലേ കോഡ് FML എന്ന് കോപ്പി ചെയ്തുകൊണ്ട് സാധനം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഫോണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതെവിടെ ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴത്തേക്ക്, അതായത് സ്ക്രോൾ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മൈ ഫോണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് ഫോണ്ടുകൾ ആഡ് ചെയ്യാം. ഇംഗ്ലീഷ്, മലയാളം മാത്രമല്ല കേട്ടോ, ഇംഗ്ലീഷ്, ഹിന്ദി ഏത് ഫോണ്ട് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് അതുപോലെ ആഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് മൈ ഫോണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് നമ്മുടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ആ ഒരു ഇതിനകത്ത് വയ്ക്കാൻ പോകുന്ന ചിലപ്പോൾ ആൻഡ്രോയിഡിനകത്ത് ആകുമ്പോഴത്തേക്ക് ഓരോ ഓപ്ഷൻ കാണിച്ചത്. അപ്പോൾ കറക്റ്റ് നിങ്ങൾ ഡൗൺലോഡ്സിനകത്ത് പോയിട്ട് എടുക്കുക. എടുത്തതിന് ശേഷം ഇവിടെ ആഡ് ചെയ്യുക. അതായത് ഇവിടെ പിന്നെ അത് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഓപ്പൺ എന്നുള്ളത് കൊടുത്തു. അതിൽ ആഡ് എന്നുള്ളതായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് രാഹുൽ. ഞാൻ ഒരു കൂടുതലായിട്ട് വന്നിരുന്നു ഫസ്റ്റ് കിടന്നു. അപ്പോൾ നിങ്ങൾ അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ ഇവിടെ രാഹുൽ എന്നുള്ളത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഫോണ്ട് ആഡ് ചെയ്ത് ഫോണ്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് ഫോണ്ടിൻ്റെ ആ ഒരു ഫോണ്ടിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എഫക്റ്റുകൾ പിന്നെ അതുപോലെ തന്നെ ആനിമേഷൻ ഇങ്ങനെ കൊടുത്തെടുത്താൽ മതി. ഓക്കെ, മനസ്സിലായി. ഇപ്പോൾ നമ്മൾ കൺട്രി കോഡൊക്കെ യൂസ് ചെയ്ത് കൺട്രി കോഡ് ഇതായപ്പോൾ ഇവിടെ ഓരോ സാധനങ്ങളെ കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതി കാണിക്കാം. ഓരോ നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഒരിക്കലും കഷ്ടപ്പെടാതെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെന്നില്ല. ഇപ്പോൾ ഓരോരുത്തരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോഴത്തേക്കും അവർ അങ്ങനെ എഡിറ്റ് ചെയ്യുന്നു, ഇവരിങ്ങനെ എഡിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ എഡിറ്റ് ചെയ്യുന്നതെല്ലാം സൂപ്പറാണ്, എന്നെ കൊണ്ട് പറ്റൂല. നമുക്ക് എപ്പോഴും പെട്ടെന്ന് ഒറ്റ ക്ലിക്കിൽ നമുക്ക് എല്ലാം കിട്ടണമെന്ന് വിചാരിക്കരുത്. ഇതിനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങൾ കുറേശ്ശെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. അവരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരും ഓരോ വീഡിയോ ചെയ്യുന്നത്. അവരൊന്നും പെട്ടെന്ന് ഇടുന്നതൊന്നുമല്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഓരോ ഫോണ്ടുകൾ ആഡ് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.